ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താരാസ് കറി വേൾഡ്. ഇന്ന് ചീര കൊണ്ടിട്ട് ഒരു കുറുമ വയ്ക്കാനാണ് പോകുന്നത്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യണേ. അതിന് പെരുംജീരകം, ജീരകം, പട്ട, ഗ്രാമ്പു ഒക്കെ ഒരു ചെറിയ അളവിന്, ഒരു ഹാഫ് ടീസ്പൂൺ അളവിന് എല്ലാം ഇട്ട് കൊടുക്കണം, നമ്മൾ എടുക്കുന്ന ചീരയ്ക്കനുസരിച്ച്. എന്നിട്ട് അതിലൊരു വലിയ സവാള കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് കറി ലീവ്സ് അതിൻ്റെ കൂടെ ഒരു 5 മിനിറ്റ് സോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു വലിയ ടൊമാറ്റോ കട്ട് ചെയ്തിടണം. അതിൻ്റെ കൂടെ ജിഞ്ചർ ഗാർലിക്കും ആഡ് ചെയ്യണം. എന്നിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ എക്സ്ട്രാ 1 സ്പൂൺ കൊത്തമല്ലിപ്പൊടി, ഇത് കൂടിയിട്ട് നല്ല സോട്ട് ചെയ്ത് കുഞ്ഞായിട്ടായതിനു ശേഷം നമ്മൾ എത്രയാണോ ചീര എടുത്തിട്ടുള്ളത്, നമ്മളെ ഫാമിലിക്ക് എത്രയാണോ ചീര ആവശ്യം അത്രയും ചീര അതിലിട്ടിട്ട് ക്ലോസ് ചെയ്ത് വെച്ച് കുക്ക് ചെയ്യണം. ഒരു 5 to 10 ഒരു 7 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേനും അത് നല്ലതായിട്ട് കുറുകി ഇതുപോലെ കുക്കായിരിക്കും. നല്ലതായിട്ട് കുക്കായി കഴിഞ്ഞിട്ട് ഞാൻ ആൾറെഡി ചന്ന കുക്ക് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇതിലെടുത്തിട്ട് ഒരു വിസിൽ വെച്ചാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. വെച്ചാൽ ചന്ന അത്ര അങ്ങ് സ്മാഷ് ആയിട്ടില്ല, അതുകൊണ്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. എരി നമുക്ക് ആവശ്യം എത്രയാണോ അതാണ് നിങ്ങൾ ചേർക്കേണ്ടത്. ഇതിൽ അളവ് ഞാൻ പറയുന്നില്ല. എന്നിട്ട് ഇതിൽ ലാസ്റ്റ് തേങ്ങയും കൂടി കുറച്ച് അരച്ച് നല്ല പേസ്റ്റാക്കി ഒഴിക്കുന്നുണ്ട്. അത് എക്സ്ട്രാ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റാണ്. കുറച്ച് എരി കുറച്ചിട്ടാൽ പിള്ളേർക്കും, കൊച്ചു പിള്ളേർക്കും, 2 വയസ്സ് മുതലുള്ള പിള്ളേർക്കും എല്ലാവർക്കും ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, റൈസ് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ കഴിയും. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണണം.